ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ രണ്ടാം ഘട്ട പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട്, സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ടുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ രക്ഷാദൗത്യങ്ങൾ നോക്കിയാൽ 2023 സുഡാൻ സംഘർഷത്തിലും കാർത്തും യുദ്ധത്തിലും ഇന്ത്യൻ പൗരന്മാരെയും വിദേശ പൗരന്മാരെയും സുഡാനിൽ നിന്നും ഒഴിപ്പിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കത്തെയാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. സുഡാന്റെ തലസ്ഥാനമായ ബാർത്തൂമിൽ ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള ഒന്നിലധികം സുഡാനീസ് സൈനിക താവളങ്ങളിൽ RSF സൈന്യം അപ്രതീക്ഷിതമായിട്ട് ആക്രമണം നടത്തിയത് ഏപ്രിൽ 15, 2023 2022 റഷ്യൻ അധിനിവേശത്തിൽ ഉക്രൈനിലെ അയൽ രാജ്യങ്ങളായി കുടുങ്ങിപ്പോയ പൗരന്മാരെ രക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ഒഴിപ്പിക്കൽ ദൗത്യത്തെയാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 വിപ്ലവവുമായിട്ട് അല്ലെങ്കിൽ കലാപവുമായിട്ട് ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ് ചോദിച്ചേക്കുന്നത്. നാനാ സാഹിബും താന്തിയ തോപ്പിയൊക്കെ ഉൾപ്പെടുന്നതാണ്. ഫക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് ഉൾപ്പെടുന്നതാണ്. കുൻവർ സിംഗും ഗോനുവും ഉൾപ്പെടുന്നതാണ്. ഇത് ഉത്തരം വരുന്നത് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് സിദോയും കൻഹുവുമാണ്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവം. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയാണ് ചപ്പാത്തിയും ചുമന്ന താമരയും. ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൈമാറും. ചപ്പാത്തി സംഭവത്തിന് തുടക്കം കുറിച്ചത് നാനാ സാഹിബിൻ്റെ ഗുരുവായ ഗുരു ദാസ ബാബയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൾ കലാപം. വർഷം 1855-56. സന്താൾ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാണ് സിഡോ മുർമുവും കൻഹു മുർമുവും. സന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറലായിട്ടിരുന്നത് ഡൽഹൌസി പ്രഭുവാണ്. സന്താളന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഛോട്ടാ നാഗ്പൂരിൽ ആയുധമെടുക്കാൻ കാരണമായ ബ്രിട്ടീഷ് സമരമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സന്താൾ വർഗക്കാർ പ്രധാനമായിട്ടും അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനമാണോ? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണോ? സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ടാണോ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണോ? ഉത്തരം വരുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. സൈമൺ കമ്മീഷനെ കുറിച്ച് നോക്കാനാണെങ്കിൽ ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷനെയാണ്. ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. വർഷം 1928 ഫെബ്രുവരി 3 ഇന്ത്യയിൽ വന്നു. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എന്നറിയപ്പെടുന്ന റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ശിവസ്വാമി അയ്യർ. നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട്, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഉത്തരം വരുന്നത് വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭം നടന്നത് 1799. തിരുവിതാംകൂറിൽ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, തച്ചിൽ മാത്തു തരൻ എന്നിവരുടെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഈ സംഭവം നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെടുന്നു. ജനകീയ ശക്തിക്ക് വഴങ്ങിയ അന്നത്തെ രാജാവ് അവിട്ടം തിരുനാൾ രാമവർമ്മ അഴിമതിക്കാരായ മന്ത്രിമാരെ പിരിച്ചുവിടുകയും വേലുത്തമ്പിയെ സർവാധികാരിയായിട്ട് നിയമിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടനയിച്ച പാഞ്ചാലക്കുറിച്ചിയിലെ ഭരണാധികാരിയാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നയിച്ച കർണാടകയിലെ കിത്തൂരിലെ റാണിയാണ് കിത്തൂർ റാണി ചെന്നമ്മ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആര്? ഉത്തരം വരുന്നത് ജഹാംഗീർ ആണ്.
ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ആദ്യ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറിയാണ് മസൂലിപട്ടണം, ഇന്നത്തെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം അധികാരം നേടിയ സ്ഥലമാണ് ബംഗാൾ. 1600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. 1556 മുതൽ 1605 വരെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ 1940-ലെ ആഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? നമുക്ക് ഓരോന്നും നോക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ബി ഓപ്ഷൻ, ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുക. സി ഓപ്ഷൻ, ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുക. ഡി ഓപ്ഷൻ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ന്യൂനപക്ഷങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഇനി ആഗസ്റ്റ് ഓഫർ എന്തെന്ന് നോക്കിയാൽ 1939-ലെ രണ്ടാം ലോക മഹായുദ്ധ സമയകാലത്ത് ഇന്ത്യയുടെ പിന്തുണ ലക്ഷ്യമാക്കി ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ. ആഗസ്റ്റ് 8, 1940-ലാണ് ഈ പ്രഖ്യാപനം നടന്നത്. ആഗസ്റ്റ് പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നോക്കിയാൽ കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യയുടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ രൂപീകരണം, ഒരു ഉപദേശക കൗൺസിൽ സ്ഥാപിക്കൽ, ന്യൂനപക്ഷ അഭിപ്രായങ്ങൾക്ക് പൂർണ്ണ പ്രാധാന്യം നൽകൽ, ഇന്ത്യക്കാരെ അംഗീകരിക്കൽ തുടങ്ങിയവയൊക്കെയാണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു മാപ്പിൽ RF = 1:1 lakh എന്നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കുമെന്നാണ്. അതിന് ഉത്തരം വരുന്നത് PSCയുടെ അന്തിമ ഉത്തര സൂചികയിൽ നിന്നും ഈ ചോദ്യം ഒഴിവാക്കപ്പെട്ടു. പ്രാഥമിക സൂചികയിൽ ഉത്തരമായിട്ട് നൽകിയത് ഓപ്ഷൻ ബി ആണ്. 1 cm = 1 km എന്നായിരുന്നു. ചോദ്യം ഒഴിവാക്കപ്പെട്ടതിൻ്റെ സാഹചര്യം വ്യക്തമല്ല. ഒരു RF അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫാക്ഷൻ സ്കെയിലിൽ ഒരു ഡയറക്ടർ സ്റ്റേറ്റ്മെൻറ്റ് സ്കെയിലിലേക്ക് പരിവർത്തനം ചെയ്യാൻ സെൻറ്റിമീറ്ററുകളെ കിലോമീറ്ററാക്കി മാറ്റുന്നതാണ്. സമവാക്യത്തിൻ്റെ വലത്തുഭാഗത്തെ 1,00,000 കൊണ്ട് ഹരിക്കുക. നേരിട്ടുള്ള പ്രസ്താവന സ്കെയിലിൽ നിന്നും ഒരു RF സ്കെയിലിലേക്ക് പരിവർത്തനം ചെയ്യാൻ കിലോമീറ്ററുകളെ സെൻറ്റിമീറ്ററാക്കി മാറ്റുന്നതിന് സമവാക്യത്തിൻ്റെ വലത്തുഭാഗത്തെ 1,00,000 കൊണ്ട് ഗുണിക്കുക. ഉദാഹരണം നോക്കിയാൽ 1:50,000 ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 കിലോമീറ്ററും, 1:1 lakh ആണെങ്കിൽ 1 cm = 1 കിലോമീറ്റർ, 1:10 lakh ആണെങ്കിൽ 1 cm = 10 കിലോമീറ്റർ. അങ്ങനെയാണ് എടുക്കേണ്ടത്. അടുത്ത നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പവിഴപ്പുറ്റുകളെ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടിയ സമുദ്രജലത്തിലാണ്? അതിന് ഉത്തരം വരുന്നത് 30° നോർത്ത് ആൻഡ് 30° സൗത്ത് ആണ്. പവിഴപ്പുറ്റുകളെ കുറിച്ച് നോക്കാനാണെങ്കിൽ കോറൽ പോളിപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചില സമുദ്രജീവികളാൽ നിർമ്മിക്കപ്പെടുന്ന വളരെ വലിപ്പമേറിയ ചുണ്ണാമ്പ് കല്ല് പുറ്റുകളാണ് പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്നത്. കടലിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും പവിഴപ്പുറ്റുകളിനെയാണ്. പവിഴപ്പുറ്റുകളുടെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റുകൾ വളരുന്നത് ആവശ്യമായിട്ടുള്ള താപനില 18° മുതൽ 30°C വരെയാണ്. ഇന്ത്യയിൽ ലക്ഷദ്വീപ് ദ്വീപസമൂഹങ്ങളിൽ മിക്കതും വൃത്താകാര പവിഴദ്വീപുകളാൽ നിർമ്മിതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? ഉത്തരം വരുന്നത് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ എല്ലാം മാഗ്മയിൽ കാണപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ അടിയിലായിട്ട് ഉരുകിയതോ അല്ലെങ്കിൽ പാതി ഉരുകിയതോ ആയ അവസ്ഥയിലുള്ള പാറയാണ് മാഗ്മ. മാഗ്മ ഭൂമിയുടെ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുകയോ ഉപരിതലത്തിൽ എത്തുകയോ ചെയ്താൽ അതിനെ ലാവ എന്ന് വിളിക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ശ്രീനഗർ, ഗുൽമാർഗ്, പഹൽഗാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്കീയിങ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗിലാണ്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വത നിരയാണ് പീർ പഞ്ചൽ.
ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് ജവഹർ ടണൽ. 11ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്കൽ മണ്ണാണ് ഉത്തരം. എക്കൽ മണ്ണിനെ കുറിച്ച് നോക്കാനെങ്കിൽ ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുകൾ. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷാണ്. എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു ഫോസ്ഫറസും. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം വരുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ചുവന്ന സ്വർണത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ നഗരമാണ് സോളൻ. ഇന്ത്യയുടെ പഴക്കൂട, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം, ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് കുളു, ഷിംല, ഡൽഹൌസി, മണാലി. 13ാമത്തെ ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് പരുത്തിയാണ്. പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് തുടക്കമിട്ട വ്യവസായം കൂടിയാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യ തുണിമില്ല് തുടങ്ങിയത് കൊൽക്കത്തയ്ക്ക് സമീപമാണ്. ഫോർട്ട് ഗ്ലോസ്റ്ററിൽ 1818 തുടങ്ങിയത്. തിരുവിതാംകൂറിലെ ആദ്യ തുണിമില്ല് സ്ഥാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലാണ്. 1881. 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ മൈക്ക സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊദർമയാണ്. ജാർഖണ്ഡിലെ ഒരു ജില്ലയാണ് കൊദർമ. ഇന്ത്യയുടെ കൽക്കരി നഗരമാണ് ധൻബാദ്. ജാർഖണ്ഡിലെ ധൻബാദ്. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു ഉരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരമാണ് ജംഷഡ്പൂർ. ജംഷഡ്പൂരും ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഫിലിപ്പൈൻസ് ആണ്. ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ നോർമൻ ബോർലോഗ്. 2023 നോർമൻ ബോർലോഗ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ സ്വാതി നായക്. ഒഡീഷ സ്വദേശിനിയാണ് അവർ. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച ഏക കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നോർമൻ ബോർലോഗ്. 1970 അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്ന കാലഘട്ടം 1967-68. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് പരുത്തി. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യനായിട്ട് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഓപ്ഷനായിട്ട് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം വരുന്നത് എല്ലാം വരുന്നുണ്ട്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എല്ലാം വരുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തൽ അറിയപ്പെടുന്നത് ഉദാരവൽക്കരണം എന്നാണ്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നയമാണ് സ്വകാര്യവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിച്ചിട്ടുള്ളതാണ് ആഗോളവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യനായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉത്തരം ക്ഷീരവികസനം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. അതിൻ്റെ ആസ്ഥാനം ആനന്ദ്, ഗുജറാത്താണ്. 18ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് 2023 G7 ഉച്ചകോടി വേദി എവിടെയെന്നാണ്. ഉത്തരം ഹിരോഷിമയാണ്. 2023 ആസിയൻ ഉച്ചകോടിയെക്കുറിച്ച് നോക്കാം. 2023 ആസിയൻ ഉച്ചകോടിക്ക് വേദിയായത്
ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയുമാണ്. 2023 ബ്രിക്സ് സമ്മേളന വേദിയാണ് സൗത്ത് ആഫ്രിക്ക. 2023 ഏഷ്യൻ സമുദ്ര സമ്മേളനം നടന്നത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ്. 19ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് സെപ്റ്റംബർ 9, 1975. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും സാമൂഹ്യ ക്ഷേമ പരിപാടികളും സേവനങ്ങളും നടപ്പിലാക്കുന്നതിനുമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ്. സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രധാന ഒരു വിഭാഗമാണ് സാമൂഹിക നീതി ഡയറക്ടറേറ്റ്. 20ാമത്തെ ക്വസ്റ്റ്യനായിട്ട് KSSM-ൻ്റെ പൂർണ്ണ രൂപം എന്തെന്നാണ്. ഉത്തരം വരുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നാണ്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അഥവാ KSSM. KSSM പ്രവർത്തനം ആരംഭിച്ച തീയതി ഒക്ടോബർ 14, 2008. സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അടുത്ത ക്വസ്റ്റ്യനായിട്ട് കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ആസ്ഥാനമായ ചില പ്രധാന സ്ഥാപനങ്ങളെ നോക്കാം. ഒന്നാമതായിട്ട് കേരള സർവകലാശാല, രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഗവേഷണ കേന്ദ്രം, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, ടെക്നോ പാർക്ക് എല്ലാം തിരുവനന്തപുരത്താണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്. അതിൻ്റെ ഡേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 25/5/2015 മെയ് മാസം 25, 2015. തണ്ണീർത്തട നിയമത്തെക്കുറിച്ച് നോക്കാനാണെങ്കിൽ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകൃതമാകാൻ കാരണമായിട്ടുള്ള നിയമം 2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ആയിട്ടുള്ള നിയമമാണ്. സെക്ഷൻ 5 പ്രകാരമാണ് ഇത് വരുന്നത്. 2010 തണ്ണീർത്തട നിയമപ്രകാരം കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന തീയതി മെയ് 25, 2015. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപന പ്രകാരം 2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുതിയ നിയമം നിലവിൽ വന്ന വർഷം 2017. നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം 2017 വകുപ്പ് 5 ആണ്. നിലവിലെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരള സർക്കാർ രൂപീകരിച്ച തീയതി ഡിസംബർ 28, 2017. ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് 23ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വകുപ്പ് 43 മാർഗനിർദ്ദേശക തത്വങ്ങളെ പ്രധാന വകുപ്പുകൾ നോക്കാം. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് 43, അനുച്ഛേദം 43. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 43A. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രൊമോഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 43B. അനുച്ഛേദം 43B ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതിയാണ് 2011 97 ഭേദഗതി നിയമം. 24ാം ക്വസ്റ്റ്യൻ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് എന്തെന്നാണ്. 36 മുതൽ 51 വരെയാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങളാണ് ഇതിൽ പറയുന്നത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് നിർദ്ദേശക തത്വങ്ങൾക്ക് സാദൃശ്യമുണ്ട്. ഗാന്ധിജിയെ എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യനായിട്ട്
ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഉത്തരം നവംബർ 26, 1949. ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ഒക്കെ ആചരിക്കുന്നത് നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ച തീയതി ജനുവരി 24, 1950. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ച തീയതി ജനുവരി 26, 1950. ഒന്നാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി, വർഷം 1969. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രി ആർ വെങ്കിട്ടരാമനാണ്, വർഷം 1980. 26ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ആമുഖത്തെയാണ്. 1946 ഡിസംബർ മാസം 13-ാം തീയതി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ തീയതി ജനുവരി 22, 1947. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കാൻ എന്ന് നിർദ്ദേശിച്ച വ്യക്തി HV കാമത്താണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി BN റാവു ആണ്. 27ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പുകൾ എന്തെല്ലാമാണ് എന്നാണ്. വകുപ്പ് 5 മുതൽ 11 വരെയാണ് ഇത് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955 പൗരത്വത്തെ രണ്ടായിട്ട് തിരിക്കാം. 1 സ്വാഭാവിക പൗരത്വം അഥവാ നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, 2 ആർജിത പൗരത്വം അക്വയർഡ് സിറ്റിസൺഷിപ്പ്. ഒരു പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുത്ത പൗരത്വമാണ് ആർജിത പൗരത്വം. 28ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന നിർവചനം നൽകുന്ന വകുപ്പ്. വരുന്നത് PSCയുടെ അന്തിമ ഉത്തര സൂചിക പ്രകാരം ചോദ്യം ഒഴിവാക്കപ്പെട്ടു. താൽക്കാലിക സൂചികയിൽ ഉത്തരമായിട്ട് നൽകിയിരുന്നത് ഓപ്ഷൻ A ആണ്. 12ാം വകുപ്പ് എന്നായിരുന്നു. ചോദ്യത്തിൽ പിശകുള്ളതായിട്ട് കൊണ്ട് ഒഴിവാക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യനായിട്ട് 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഉത്തരം വരുന്നത് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന 18ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 73ാം ഭേദഗതി നിയമം. നിലവിൽ വന്ന തീയതി 1993 ഏപ്രിൽ 24-നാണ്. 73ാം ഭേദഗതി നിയമപ്രകാരം ഭരണഘടനയുടെ 4ാം ഭാഗത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകളാണ് അനുച്ഛേദം 243 മുതൽ 243O വരെ. 73ാം ഭേദഗതി പാസാക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ. അപ്പോഴത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 39 ആണ്. 39D ആണ്. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39A. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 40 ആണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 37. വ്യവസായ സംരംഭങ്ങളിലെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 43A ആണ്. 31ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അംബേദ്കറിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ BR അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ബംഗാളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ് BR അംബേദ്കർ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന് ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു?
ഉത്തരം വരുന്നത് അണ്ഡവാഹിനി കുഴലിൽ. അണ്ഡാശയത്തിൻ്റെ ബാഹ്യഭാഗം മുതൽ ഗർഭാശയം വരെ നീണ്ടു നിൽക്കുന്ന 10 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കുഴലിനെയാണ് അണ്ഡവാഹിനി കുഴൽ അഥവാ ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. അണ്ഡവാഹിനി കുഴലിൻ്റെ 4 ഭാഗങ്ങളാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഭാഗം, ഈസ്തമസ്, ആംബുള്ള, ഇൻഫൻറ്റിബുലം. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ എന്ന് വിളിക്കുന്നത്? ഉത്തരം വരുന്നത് PSCയുടെ അന്തിമ ഉത്തരസൂചികയിൽ നിന്നും ചോദ്യം ഒഴിവാക്കപ്പെട്ടു. പ്രാഥമിക ഉത്തരസൂചിക പ്രകാരം ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം. ഓപ്ഷൻ ഡി വരുന്നത് ജീവകം ഇ എന്നാണ്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് HG മലിനീകരണം. ജീവകങ്ങളും രാസനാമങ്ങളും നോക്കാം. ജീവകം A1ൻ്റെ റെറ്റിനോൾ, ജീവകം A2 ഡീഹൈഡ്രോക്സി റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, B2 റൈബോഫ്ലോവിൻ, B3 നിയാസിൻ, B5 പാൻറ്റാത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോ കൊബാലമീൻ, ജീവകം CA ആണ് അസ്കോർബിക് ആസിഡ്, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫെറോൾ, ജീവകം K ആണ് ഫില്ലോക്കിനോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. മീനമാത രോഗത്തെക്കുറിച്ച് നോക്കാനാണെങ്കിൽ തൊഴിലാളികളുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്, ഒരു തൊഴിൽ ജന്യ രോഗമാണ് മീനമാത രോഗം. മെർക്കുറി HGയുടെ വിഷബാധയാണ് മീനമാത രോഗത്തിന് കാരണം. അതുകൊണ്ട് മീഥൈൽ മെർക്കുറിയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. മീനമാത രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മാർജാര നൃത്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഈ മീനമാത രോഗത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് മീനമാത രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. മെർക്കുറി സംയുക്തങ്ങൾ തുടങ്ങിയവ പുറത്തുവിടുന്നതിൽ നിന്നുണ്ടാകുന്ന മലിനീകരണത്തിൽ നിന്നും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മീനമാത ഉടമ്പടി. മീനമാത ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന വർഷം 2017. ഇന്ത്യ മീനമാത ഉടമ്പടിയുടെ ഭാഗമായ വർഷം 2018 ആണ്. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യനായിട്ട്, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ക്വാഷിയോർക്കറാണ്. നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കറും മരാസ്മസുമാണ് ഉണ്ടാകുന്നത്. ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അപര്യാപ്ത രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. തൈറോക്സിൻ്റെയും അയഡിൻ്റെയും കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഇൻസുലിൻ്റെ കുറവ് മൂലം ഡയബറ്റിക് മെലിറ്റസും ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം അനീമിയയും ഉണ്ടാകുന്നു. മെലാനിൻ്റെ കുറവ് മൂലം ആൽബനിസം അഥവാ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നു. സൊമാറ്റോട്രോഫിൻ്റെ കുറവ് മൂലമാണ് വാമനത്വം ഉണ്ടാകുന്നത്. വാസോപ്രസിൻ്റെ കുറവ് മൂലം ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ടാകുന്നു. 36ാമത്തെ ക്വസ്റ്റ്യനായിട്ട്, വൈഡാൽ ടെസ്റ്റ് ഏത് നിർണയത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ടൈഫോയിഡ് നിർണയ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ സൂക്ഷ്മാണുവാണ് ബാക്ടീരിയ. സാൽമോണല്ല ടൈഫി എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് ടൈഫോയിഡ് രോഗത്തിന് കാരണമാകുന്നത്. എൻട്രിക് ഫീവർ, സന്നിപാത ജ്വരം, ഗാസ്ട്രിക് ഫീവർ എന്നീ വിശേഷണങ്ങളാൽ അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനെതിരെയുള്ള വാക്സിനുകളിലെ മുഖ്യ ഘടകങ്ങളാണ് ജീവനുള്ള അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കൾ. ടൈഫോയിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കടുത്ത പനി, തലവേദന, വയറുവേദന, ക്ഷീണം, വയറിളക്കം, ഛർദിയൊക്കെ. 37ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 ആണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതലാണ്. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ വാസുദേവ
കുടുംബകം എന്നാണ്. യോഗ ഫോർ ദ വെൽഫെയർ ഓഫ് ആൾ ഓഫ് വൺ വേൾഡ് വൺ ഫാമിലി എന്നാണ്. 2023 യോഗാ ദിനാഘോഷ വേദി ജബൽപൂറാണ്. മധ്യപ്രദേശിലെ ജബൽപൂർ. UN ആസ്ഥാനത്ത് 2023 യോഗാ ദിനാചരണത്തിൽ നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത യോഗാ ദിനാചരണത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് 2023 UN ആസ്ഥാനത്തെ യോഗാ ദിനാചരണത്തിന് ലഭിച്ചു. 38ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. ഓപ്ഷൻ 1 സ്മാൾ ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ഓപ്ഷൻ 2 സ്മാൾ ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ്. ഇതിൽ എന്താണ് ശരിയെന്നാണ്. 1 മാത്രം ശരിയാണോ 2 മാത്രം ശരിയാണോ? ഉത്തരം വരുന്നത് 2 മാത്രമാണ് ശരിയത്. അതായത് സ്മാൾ ജിയുടെ പരമാവധി മൂല്യം ധ്രുവ പ്രദേശങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വ ത്വരണത്തെക്കുറിച്ച് നോക്കിയാൽ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതിന് കാരണമാണ്. വസ്തുക്കൾക്കുണ്ടാകുന്ന ത്വരണത്തെയാണ് ഭൂഗുരുത്വ ത്വരണം അഥവാ സ്മാൾ ജി എന്ന് വിളിക്കുന്നത്. സ്മാൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ R². ക്യാപിറ്റൽ G ഈസ് ഈക്വൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, R റേഡിയസ്, M മാസുമാണ്. സ്മാൾ ജിയുടെ മൂല്യം 9.8 m/s² ആണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലും ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തും ആയിരിക്കും. ഉയരത്തിലേക്ക് പോകുന്തോറും സ്മാൾ ജിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ജിയുടെ മൂല്യം വിവിധ സ്ഥലങ്ങളിൽ നോക്കിയാൽ ധ്രുവ പ്രദേശത്ത് 9.83 m/s², ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 m/s², ഭൂപ്രതലത്തിൽ 9.8 m/s², ചന്ദ്രനിൽ 1.62 m/s². അതായത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ 1/6 ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, സാധാരണ TV റിമോട്ട് കൺട്രോളറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ എന്താണ്? ഉത്തരം വരുന്നത് ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഇൻഫ്രാറെഡ് രശ്മികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ വില്യം ഹെർഷൽ. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ് ഇൻഫ്രാറെഡ് രശ്മികൾക്കുള്ളത്. ഭൂമി ചൂടാകുന്നതിന് കാരണം ഇൻഫ്രാറെഡ് രശ്മികളാണ്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് രശ്മികളെയാണ്. ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിക്കുന്നത് TV റിമോട്ട് കൺട്രോളറിൽ വ്യൂ ഫൈൻഡർ അഥവാ രാത്രി സമയങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കണ്ണടയിൽ വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിന് ഒക്കെയാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം സ്മാൾ f = 15 cm ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം അഥവാ ക്യാപിറ്റൽ R എത്ര എന്നാണ്? ഉത്തരം വരുന്നത് 30 cm. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം f, ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം ക്യാപിറ്റൽ R ൻ്റെ പകുതിയായിരിക്കും. അതായത് f = r/2, അതായത് R = 2f. ഫോക്കസ് ദൂരം 15 ആണെങ്കിൽ അതുകൊണ്ട് വക്രത ആരം R = 2f, 2 × 15, 30 cm വരും ഉത്തരം. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെയ് 5, 2023 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് പെൻബ്രൽ ചന്ദ്രഗ്രഹണം. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന പ്രതിഭാസത്തെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിക്കും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിട്ടായിരിക്കും. 3 തരത്തിലുള്ള ചന്ദ്രഗ്രഹണങ്ങളുണ്ട്. 1 പൂർണ്ണ ചന്ദ്രഗ്രഹണം അഥവാ ടോട്ടൽ ലൂണാർ എക്ലിപ്സ്. 2 ഭാഗിക ചന്ദ്രഗ്രഹണം അഥവാ പാർഷ്യൽ ലൂണർ എക്ലിപ്സ്. 3 അല്പഛായയുള്ള ചന്ദ്രഗ്രഹണം അഥവാ പെനുംബറൽ ലൂണാർ എക്ലിപ്സ്. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഭൂമി സൂര്യപ്രകാശത്തെ ചന്ദ്രനിൽ എത്തുന്നത് പൂർണ്ണമായിട്ടും തടയുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ചുവപ്പ് കലർന്ന തവിട്ട് നിറമാകുന്നു. ഭാഗിക ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഭൂമിയുടെ നിഴലുകൾ കടന്നു പോകുമ്പോഴാണ് ഭാഗിക ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. 3ാമതായിട്ട് അല്പഛായയുള്ള ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ ഭൂമിയുടെ പുറം നിഴലിലൂടെ കടന്നു പോകുമ്പോഴാണ്
പെൻബ്രൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇത് ചന്ദ്രനെ സൂക്ഷ്മമായിട്ട് ഇരുണ്ടതാക്കുന്നു. 2023 ഒക്ടോബർ 28, 29 ദിവസങ്ങളിൽ ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഭാഗിക ചന്ദ്രഗ്രഹണമാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3D ഓർബിറ്റിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ N, L, M എന്നിവയുടെ മൂല്യങ്ങൾ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. N = 3, L = 2, M = -1 ആണ് വരുന്നത്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് K, L, M എന്നിങ്ങനെയാണ്. പ്രധാന ഊർജ നിലയങ്ങളിൽ തന്നെയുള്ള ഉപ ഊർജ നിലയങ്ങൾ അറിയപ്പെടുന്നത് സബ്ഷെല്ല് അഥവാ ഓർബിറ്റലുകൾ എന്നാണ്. സബ്ഷെല്ലുകൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് S, P, D, F എന്നിങ്ങനെയാണ്. അറ്റോമിക ഓർബിറ്റലുകളെ കൃത്യമായി തിരിച്ചറിയുന്നതിനായിട്ട് പ്രധാനമായിട്ടും 3 ക്വാണ്ടം സംഖ്യകൾ ഉപയോഗിക്കുന്നു. ഒന്ന്, മുഖ്യ ക്വാണ്ടം സംഖ്യ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓർബിറ്റിനെ തിരിച്ചറിയാനും ഓർബിറ്റലിൻ്റെ വലിപ്പം നിശ്ചയിക്കാനും മുഖ്യ ക്വാണ്ടം സംഖ്യ n സഹായിക്കുന്നു. n = 1, 2, 3 എല്ലാം വരും. അടുത്തതായിട്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓർബിറ്റലിൻ്റെ ത്രിമാനാകൃതി സൂചിപ്പിക്കുന്നതിനാണ് അസിമുത്തൽ ക്വാണ്ടം സംഖ്യ L ഉപയോഗിക്കുന്നത്. L = 0 മുതൽ n = -1 വരെ വരും. Lൻ്റെ മൂല്യം സബ്ഷെല്ലിൽ നോക്കിയാൽ L 0 ആകുമ്പോൾ S, L1 ആകുമ്പോൾ P, L2 എന്ന് വെച്ചാൽ D, L3 F, L4 Gയും വരും. അടുത്തതായിട്ട് കാന്തിക ഓർബിറ്റൽ ക്വാണ്ടം സംഖ്യ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പ്രമാണിക കോഓർഡിനേറ്റഡ് അക്ഷരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓർബിറ്റലിൻ്റെ ത്രിമാന വിന്യാസം സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നതാണ് കാന്തിക ഓർബിറ്റൽ ക്വാണ്ടം സംഖ്യ. M എന്ന് രേഖപ്പെടുത്താം. സ്മാൾ എമ്മിന് 2l+1 മൂല്യങ്ങൾ വരെ സാധ്യമാണ്. M = -L മുതൽ +1 വരെ. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. B, Al, Mg, K എന്നീ മൂലകങ്ങൾ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എഴുതുക എന്നാണ്. ഉത്തരം വരുന്നത് K > Mg > Al > B എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത K എന്ന് വെച്ചാൽ പൊട്ടാസ്യം, അതിൻ്റെ അറ്റോമിക് നമ്പർ 19. Mg മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12. അലൂമിനിയം Alൻ്റെ അറ്റോമിക് നമ്പർ 13. B ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ് വരുന്നത്. ആധുനിക ആവർത്തന പട്ടിക അനുസരിച്ച് ഇടത്തു നിന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കുറയുന്നു. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ട് നീങ്ങുമ്പോൾ മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കൂടുന്നു. അലൂമിനിയവും ബോറോണും ഒരേ ഗ്രൂപ്പിലാണെങ്കിലും അലൂമിനിയം താഴെയാണ്. അതിനാൽ അലൂമിനിയത്തിന് ബോറോണിനേക്കാൾ ലോഹ സ്വഭാവം കൂടുതൽ ആയിരിക്കും. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. സമുദ്രത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് CV രാമനാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7-നേക്കാൾ കൂടുതൽ ഉള്ളത് ഏതിനാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് മനുഷ്യ ഉമിനീര്, മനുഷ്യ രക്തം, നാരങ്ങാനീര്, ദഹനരസം. ഉത്തരം വരുന്നത് മനുഷ്യ രക്തത്തിനാണ്. pH സ്കെയിലിനെ കുറിച്ച് നോക്കാം. ഒരു വസ്തു ആസിഡ് സ്വഭാവം ഉള്ളതാണോ ആൽക്കലി സ്വഭാവം ഉള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിനുള്ള ഉപകരണമാണ് pH സ്കെയിൽ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻസൺ ആണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. pH മൂല്യം 7-ൽ കുറഞ്ഞാൽ അവ ആസിഡും pH മൂല്യം 7-ൽ കൂടിയാൽ അവ ബേസുമാണ്. pH എന്നതിൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7. ശുദ്ധജലമാണ് ഒരു നിർവീര്യ വസ്തുവായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ pH മൂല്യം 7 ആണ്. അടുത്തതായി 45ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആദർശ ലായനിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കുക. ബെൻസീനും ടോളുവീനും. ഓപ്ഷൻ B N-ഹെക്സൈനും N-ഹെപ്റ്റൈനും. C ഓപ്ഷൻ ഫിനോളും അനിലീനും. ഓപ്ഷൻ D ബ്രോമോ ഇഥൈനും ക്ലോറോ ഈഥൈനും. ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. ഫിനോളും അനിലീനുമാണ് ഉത്തരം വരുന്നത്. ആദർശ ലായനി എന്താണെന്ന് നോക്കിയാൽ ഘടകപദാർത്ഥങ്ങളെ, അതായത് ലീനവും ലായകവും തന്മാത്രകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനവും
ഓരോ ഘടകത്തിൻ്റെയും തന്മാത്രകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനവും സമാനമായ ഒരു ഏകാത്മക ലായനിയാണ് ആദർശ ലായനി എന്ന് വിളിക്കുന്നത്. ആദർശ ലായനിക്ക് ഉദാഹരണം നോക്കിയാൽ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും, ബെൻസീനും ടൊളുവീനും, N-ഹെക്സൈനും N-ഹെപ്റ്റൈനും, ബ്രോമോ ഈഥൈനും ക്ലോറോ ഈഥൈനും, N-ബ്യൂട്ടൈൽ ക്ലോറൈഡും N-ബ്യൂട്ടൈൽ ബ്രോമൈഡും, മെത്തനോളും എത്തനോളും ഒക്കെയാണ് ആദർശ ലായനിക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ഏതെന്നാണ് പ്രസ്താവനകൾ. ഹെർമൻ ഗുണ്ടട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. രണ്ടാമത്തത് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. ഓപ്ഷൻ സി ആയിട്ട് 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ഓപ്ഷൻ 4 മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. എ ഓപ്ഷനായിട്ട് 2 മാത്രം ശരി, ബി 1ഉം 4ഉം, സി 3 മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 2 മാത്രം എന്നാണ്. അതായത് രാജ്യസമാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. ഹെർമൻ ഗുണ്ടട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹെർമൻ ഗുണ്ടട്ട് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ അതായത് BEMൻ്റെ അംഗമായിരുന്നു. രാജ്യസമാരം, പശ്ചിമോദയം എന്നീ 2 പത്രങ്ങൾ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച വർഷം 1847. രാജ്യസമാചാരം 1847 ജൂൺ മാസത്തിലും പശ്ചിമോദയം 1847 ഒക്ടോബർ മാസത്തിലുമാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. ജർമ്മൻ മിഷണറിയാണ് അദ്ദേഹം. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ച ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗം ബെഞ്ചമിൻ ബെയ്ലിയാണ്. നമുക്ക് അടുത്തതായിട്ട് 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 47ാമത്തെ ക്വസ്റ്റ്യൻ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം ആര് എന്നാണ്. ഓപ്ഷൻസ് വരുന്നതിൽ ശരിയുത്തരം നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയെ കുറിച്ച് നോക്കുമ്പോൾ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. ടോക്കിയോ ഒളിമ്പിക്സ് 2020 സ്വർണം നേടിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് നീരജ് ചോപ്ര. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയത് നീരജ് ചോപ്രയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ നീരജ് ചോപ്ര താണ്ടിയ ദൂരം 87.58 മീറ്ററാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിങ്ങിനാണ് നേടിയത്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് എ സേതുമാധവൻ. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പുരസ്കാര തുക 5 ലക്ഷം രൂപ. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് SK വസന്തൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം. കൃതികളും രചയിതാക്കളെ നോക്കാം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. ആത്മവിദ്യാ കാഹളം എന്ന വാരിക വാഗ്ഭടാനന്ദയും. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെയാണ്. ബ്രഹ്മോരക കാണ്ഡം തൈക്കാട് അയ്യാ ഗുരുവിൻ്റെയാണ്. പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭൻ്റെയും. കർമ്മവിഭാഗം VT ഭട്ടതിരിപ്പാടിൻ്റെയുമാണ്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏത് എന്നാണ്. ഓപ്ഷൻസ് വരുന്നത് സാമൂതിരിയുടെ മരണം, ബി ഓപ്ഷൻ വള്ളുവനാക്കോതിരിയുടെ മരണം, ഹൈദരാലിയുടെ മരണം, ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കം. ഇതിന് ശരിയായ ഉത്തരം വരുന്നത് ഹൈദരാലിയുടെ മരണമാണ്. മാമാങ്കത്തെക്കുറിച്ച് നോക്കാം. 12 വർഷത്തിൽ ഒരിക്കൽ ഭാരതപ്പുഴ അഥവാ നിള നദിയുടെ തീരത്തുള്ള തിരുനാവാക്കായിലെ മണൽത്തിട്ടയിൽ ആഘോഷിക്കുന്ന ഒരു മേളയാണ് മാമാങ്കം. മാമാങ്കം ആരംഭിച്ചത് AD 829 വള്ളുവ കോനാതിരി ആണ്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം അലങ്കരിച്ചു വച്ചിരുന്നത് വള്ളുവ കോനാതിരി ആണ്.
അവസാന മാമാങ്കം നടന്ന വർഷം AD 1755 1766 നടക്കേണ്ടിയിരുന്ന മാമാങ്കം ഹൈദരാലിയുടെ മലബാർ ആക്രമണവും സാമൂതിരിയുടെ ആത്മഹത്യയും മൂലം നടന്നില്ല. തുടർന്ന് മാമാങ്കം നടന്നിട്ടേയില്ല. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പോലീസ് കോൺസ്റ്റബിൾ 12ാം മെയിൻ പരീക്ഷയുടെ പാർട്ട് 1 ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻസും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂടിയാണ്. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.